നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. സമയം എത്രയാന്ന് കണ്ടായിരുന്നു? വളരെ വൈകിപ്പോയി, വളരെ വൈകി. അപ്പം 6 മണിക്കാണ് സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇന്ന് 7 മണിക്കാണ് പോയി. 7 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. രാഘവൻ, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇത്രയേറെ കഷ്ടപ്പാടും യാതന അനുഭവിച്ചാണ് ലൂസ് ടോക്ക് ചെയ്യുന്നത്. അതെ, ഈ ലൂസ് ടോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഓടിപ്പടഞ്ഞു വരുന്നത്. എവിടെയാണ് പോയത് ഇന്ന് പകൽ? അതായത് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നേരിടുന്ന നമ്മൾ പലപ്പോഴും സർക്കാർ പോലീസ് കേസെടുത്തു, സർക്കാർ കേസെടുത്തു എന്നൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ പ്രേക്ഷകർ ജയിലിലായില്ലല്ലോ ഇതെല്ലാം നോക്കും. പക്ഷേ കേസിൻ്റെ ബുദ്ധിമുട്ട് അവിടെ തീരത്തില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതികളിൽ പോയിക്കൊണ്ടിരിക്കണം. കോടതിയിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ നിരവധി കേസുകളുണ്ട്. അപ്പോൾ ഈ കേസുകളെ ബന്ധപ്പെട്ട് ഒരുപാട് പോകണം. പിന്നെ എനിക്ക് തൃശ്ശൂർ കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ടൗണിലെ കോടതി കേസിന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ 4 വീഡിയോ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങുന്നു. 4 മണിക്ക് ഞാനും നമ്മുടെ പയ്യനുണ്ട്, നമ്മൾ 3 പേരുണ്ട്. നമ്മൾ ഇവിടുന്ന് 4 മണിക്ക് പുറപ്പെട്ടിട്ട് ഞാൻ ഏകദേശം 11 മണിയായപ്പോൾ തൃശ്ശൂർ ചെന്നു. ഭയങ്കര തിരക്കായിപ്പോൾ, അറിയാമല്ലോ. അതായത് MC റോഡിൽ കൂടി വാഹനങ്ങളെ, കാരണം ദേശീയപാത ഇല്ലല്ലോ, ശബരിമല അത് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ MC റോഡും വിട്ടിട്ട് മറ്റേ പുനലൂർ മൂവാറ്റുപുഴ റോഡിലൂടെ. അങ്ങനെ നമ്മൾ ഈ മൂവാറ്റുപുഴ മുതൽ ഈ തൃശ്ശൂർ വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോകുന്ന പോലെയാണ്. നമ്മൾ 11 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇന്ന് കോടതി മാറ്റിയത്. കാരണം ഈ ജഡ്ജിന് എന്തെങ്കിലും അസുഖം വന്നാൽ, മജിസ്ട്രേറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയില്ല, CJMന് എന്തെങ്കിലും അസുഖം വന്നാൽ മജിസ്ട്രേറ്റ് അവർ കേസ് മാറ്റി വെക്കും. ചിലപ്പോൾ തലേ ദിവസം അവിടെ ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും വെക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എൻ്റെ വക്കീൽ എന്നോട് പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് 11 മണിയായപ്പോഴാണ് വക്കീൽ വിളിച്ച് പറയുന്നത് കേസ് അറിഞ്ഞില്ലായിരുന്നു. എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് അറിയത്തില്ല. 11 മണിയായപ്പോഴാണ് കേസ് മാറ്റി വെച്ചത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവണം. അതായത് ഒരു കോടതിക്ക് അവധിയാണെങ്കിൽ കക്ഷികളെ, അവരുടെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടല്ലോ, കക്ഷികളെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ വെച്ച് നമ്മൾ ഇത്രയും കാലം മാറിയിട്ട് ലോകത്തിന് മുഴുവൻ ടെക്നോളജി കൊടുക്കുന്ന നമ്മളാണ്. ഇന്നും മാറ്റി വെച്ച കേസ് ആലോചിക്കുക. ഞാൻ 6 മണിക്കൂർ 6.5 മണിക്കൂർ, അതായത് 7 മണിക്കൂറോളം നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലും, മടുത്തു പോകും. നമ്മൾ തിരിച്ചു വിട്ടു. അവിടുന്ന് 11 മണി കഴിയുമ്പോൾ വിട്ടതാണ്. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും നിൽക്കാതെ പോകുന്നത് കൊണ്ട് ഇപ്പം ഈ സമയത്ത് 6:30 ഇവിടെ എത്തി. അതായത് ഒരു രാവിലെ 4 മണി മുതൽ രാത്രി 6:30 വരെ തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ഡെവലപ്പ് ചെയ്തിട്ട് ചില സർക്കാർ ഓഫീസുകളിൽ നമ്മൾ അപേക്ഷ കൈകൊണ്ട് എഴുതി കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ കേസിൻ്റെ അവസ്ഥ. ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. എനിക്കറിയത്തില്ല ഇത്ര ഈ ലോകത്തിനെല്ലാം ഈ വിമാനം ഓടാനുള്ള ടെക്നോളജി കൊടുക്കുന്ന നമ്മളാണ്. ഞാൻ നേരെ സ്റ്റുഡിയോയിലോട് ഓടിപ്പോരുവാ. ഓടി വന്നിട്ട് സമയം പോയതനുസരിച്ച് ഞാൻ ഓടി വരുവാണ്. എന്തായാലും വളരെ ഇങ്ങനെ ഒരുപാട് യാത്രയുണ്ട്. പക്ഷെ ഞാൻ യാത്ര പൊതുവെ പ്ലാൻ ചെയ്ത് നിർത്തും. ഈ ലൂസ് ടോക്ക് മാത്രം അങ്ങനെ മുടങ്ങാറുണ്ട്. ഇന്ന് എനിക്ക് ഈ പുതിയ ചാനലാണ് മുടക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പ്രേക്ഷകർ ക്ഷമിക്കണം ഇത്ര വൈകിയതിന്. പക്ഷെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. രാജ്മോഹൻ പറയും ഇന്നത്തെ ഒരു വിഷയം ഞാൻ കണ്ടിട്ടില്ല. അടിസ്ഥാനപരമായി ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി എന്നുള്ളത് തന്നെയാണ്. നമുക്കത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് പലരും കണ്ടൊരു വാർത്തയാണ്. ഈ CPM ഗൃഹസന്ദർശനത്തിനായി പോവുകയാണല്ലോ പാർട്ടി പ്രവർത്തകർ. അത് സംബന്ധിച്ച ചില മാർഗനിർദ്ദേശങ്ങൾ, ക്യാപ്സ്യൂൾ, അതായത് വീടുകളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ക്യാപ്സ്യൂളാണ്. പെണ്ണുങ്ങളോട് മിണ്ടരുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. വളരെ രസകരമാണ്. നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വെറുതെ വെളിയിറങ്ങി നിൽക്കരുത്. നിങ്ങൾ അകത്ത് കയറി ചെല്ലണം. ചെന്ന് അവിടെ ഇരിക്കണം. അവർ കയറ്റുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവിടെ ചെന്ന് ഇരിക്കണം. CPMകാരാന്ന് കേൾക്കുമ്പോൾ അതാണ് വിഷയം. അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കേൾക്കണം. അവരുടെ വ്യക്തമായി സംസാരിക്കുക. സർക്കാരിൻ്റെ നയ പരിപാടികൾ, കേന്ദ്ര വിരുദ്ധ പ്രശ്നങ്ങൾ എല്ലാം പറയുക. ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങേയറ്റം ക്ഷമ പാലിക്കണം. ഒരു പ്രധാന കണ്ടീഷനാണ് ക്ഷമ കാണിക്കണം. അപ്പോൾ അവർ പ്രകോപിതരാകാം. പിന്നെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കേറെ സംസാരിക്കരുത്. അപ്പോൾ അവർ സംസാരിക്കട്ടെ. അവർ സംസാരിച്ച് തീർന്നതിന് ശേഷം മതി. സ്വാഭാവികമായി അവർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം ചോദിക്കും. സോണിയാഗാന്ധി അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളെ ക്യാപ്സുകളുണ്ടല്ലോ, എല്ലാ ക്യാപ്സുകളും പറയുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഈ പത്മകുമാറിൻ്റെ പേരിൽ നിങ്ങൾ നടപടി എടുത്തില്ലല്ലോ, അതെന്താണ് കാര്യമെന്ന് വീട്ടുകാർ ചോദിച്ചാൽ പറയേണ്ടത്, പത്മകുമാറിനെ ഞങ്ങൾ പദവി ഏൽപ്പിക്കുന്ന കാലത്തും അദ്ദേഹം ഇരുന്ന പദവിയിലൊക്കെ ഇരുന്ന കാലത്തുമൊക്കെ തന്നെ ഞങ്ങൾ കരുതിയിരുന്നത് അദ്ദേഹം വളരെ ഭംഗിയായി അത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം വഴിയേറ്റ് പോയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കുറ്റക്കാരാണ് തെളിയുന്ന നിമിഷം ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി നമ്മൾ എടുക്കും എന്ന് അവരോട് പറയണം. അപ്പം ഈ കുറ്റക്കാരനാൻ തെളിഞ്ഞിട്ടാണോ ഇനി എത്ര കാലം എടുക്കും? അല്ല, ഈ കുറ്റക്കാരനാൻ തെളിഞ്ഞിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് ജയിലിലിട്ടത് അധിക്ഷേപിക്കൊണ്ടിരിക്കുന്നത്? വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ സാധാരണ താഴെത്തട്ടുള്ള അണികളായിരിക്കുമല്ലോ ഈ വീടുകളിൽ ചെല്ലേണ്ടത്. ഈ ചെല്ലുമ്പോൾ അവസ്ഥ നല്ല. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ
ഈ സാധാരണ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലെ ആളുകളാണ് വീട്ടിൽ ചെല്ലുന്നതെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഈ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നഗരത്തിൽ വേണമായിരിക്കും, അവരുടെ നേതാക്കൾ പോകണം. സാധാരണക്കാർ ഇപ്പോൾ എൻ്റെ നാട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഇപ്പോഴും. CPM-ന്റെ ഈ ഫണ്ട് ശേഖരണം ഉണ്ടല്ലോ, അത് ഞാൻ CPM-നെ എത്ര ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി നേതൃത്വത്തിൽ എന്നെ കാണാൻ മുക്കൂടുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടക്കണം. ഞാൻ എടകടത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ അവിടുത്തെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവർ വരാറുണ്ട്, അവർ ഫണ്ട് ചോദിക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട്. അവരോട് നമ്മൾ നേരത്തെ പറയാറുണ്ട് ഈ കാര്യങ്ങൾ. അവർ നമ്മുടെ അപരിചിതരൊന്നും അല്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളവിടെ നല്ല പഠിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രാദേശിക തലങ്ങളിലുള്ളവർ വരുമ്പോൾ നമ്മളെന്തിനാ അതേപോലെ പരിഭവിക്കും, നമ്മൾ കുറച്ച് കുറ്റമൊക്കെ പറയും. നമ്മൾക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയാം. സാധാരണഗതിക്ക് ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പാർട്ടിയെ ന്യായീകരിക്കാൻ വയ്യാത്ത സമയത്ത് ഇവന്മാർ നമ്മുടെ അടുത്തൊന്ന് മാറി നടക്കുകയോ ചെയ്യുന്നത്. ഇപ്പൊ ഇവരെന്നെ ഒന്നും പറയേണ്ട കാര്യം, എൻ്റെ പൊന്നു ഷാജ പാർട്ടി പറഞ്ഞു വീട് കയറാൻ വന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞു എന്നേ പറയൂ. അതേ നടക്കുള്ളൂ. നിങ്ങൾ എന്താണ് പറഞ്ഞു, എന്നാ ചെയ്യാനാ. മാത്രമല്ല ഈ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഗോവിന്ദ മാഷിന്റെ ഭാഷയിൽ സൈദ്ധാന്തികമായിട്ട് ഉത്തരം അറിയത്തില്ല. അവർക്ക് സൈദ്ധാന്തിക ഭാഷ ഞാൻ സംസാരിച്ച അടികൂടെ കിട്ടും. മാത്രമല്ല വീട്ടന്മാരിറങ്ങിയവരില്ലേ വെളിച്ചെണ്ണയുടെ വില, അതല്ലെങ്കിൽ ഓരോ സാധനത്തിന്റെ വിലക്കയറ്റവും ഇവിടെ സാധാരണക്കാരനെ ബാധിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ വേറെ വരും. ഈ മുസ്ലിം വീടുകളിൽ കയറാനാ പറ്റത്തില്ല കേട്ടോ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പറ്റി എന്ത് മറുപടി പറയും? ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ എന്തേലും പറഞ്ഞേക്കാം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ എന്ത് മറുപടി പറയും? AK ബാലൻ സഖാവ് പറഞ്ഞ ഈമാനുള്ള സഖാവ് പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ പറയാൻ പറ്റും. എനിവേ ഈ മാനദണ്ഡം ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്താണ് രാഹുലിന്റെ കാര്യത്തിൽ ഇന്ന് സംഭവിച്ചത് പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കായിരുന്നു മജിസ്ട്രേറ്റ് കോടതി. ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമല്ല, ബലാത്സംഗം തന്നെയാണ് എന്നാണ് കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞെന്ന് ചാനലുകൾ പറയുന്നു. അല്ലേ? അതെ. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എൻ്റെ മൊബൈലിലെടുത്ത് നോക്കുമായിരുന്നു. അപ്പം രാഹുലിന് തിരിച്ചടി, കോടതി പറഞ്ഞത് ബലാത്സംഗം അങ്ങനെ. ഞാൻ എൻ്റെ രാജ്മോഹൻ അപ്പം തന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ? ഞാൻ നേരെ ശാസ്ത്രമംഗൽ അജിത് കുമാറിനെ വിളിച്ചു, അദ്ദേഹം അവരുടെ വക്കീല്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പൊന്നു ഷാജ, ഇവിടുത്തെ ചാനലുകൾ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ആ സ്ഥാനത്തിലോർത്തും വായിച്ചിട്ടില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരാം എന്ന് പറഞ്ഞ് എനിക്ക് കോടതി ഉത്തരവിൻ്റെ കോപ്പി തന്നു. ഞാൻ ആ കോടതി ഉത്തരവ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. നമ്മുടെ ചാനലുകൾ ഏതെല്ലാം തരത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കോടതി. രാജ്മോഹൻ ഈ പറഞ്ഞു പോകുന്നത് ശരിയല്ല. നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നലെ ഇതിനോടനുബന്ധിച്ച് പറയുന്ന 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. ഒന്നാമത്തേത്, രഞ്ജിത പുളിക്കൽ എന്ന് പറയുന്ന വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. മജിസ്ട്രേറ്റ് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. കൊണ്ടുവെക്കാൻ പറഞ്ഞു മജിസ്ട്രേറ്റ്. ആലോചിച്ച് നോക്കിയേ, അവരെ റിമാൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുമോ? അപ്പം പോലീസ് നിശബ്ദരാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഫെനിയുടെ കാര്യത്തിൽ അല്ല, കേൾക്കൂ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് എവിടെയെങ്കിലും വാർത്ത വന്നോ? ഏതെങ്കിലും ചാനൽ രഞ്ജിത പുളിക്കനെ തിരിച്ചു? അതേസമയം ഈ പയ്യനെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് അപ്പോൾ തന്നെ അത് തിരിച്ചടി, മറ്റത് ബലാത്സംഗം നീണ്ടു നിൽക്കുന്നു പറഞ്ഞ് അടിക്കും. മറ്റൊരു വന്നില്ല. ഇനി ഫെനിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? ഫെനിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞല്ലോ ഇത്തരം കേസുകൾ എങ്ങനെയാണെന്ന്. ഹൈക്കോടതിയിൽ അവൻ ഇന്നലെ തന്നെ പോകുന്നു. വാസ്തവത്തിൽ ഇവനെ പൊക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു വരെ. ഹൈക്കോടതി അവൻ ഇന്നലെ തന്നെ കേസ്, പിന്നെ ഞാൻ രാത്രി FIR ഇടുന്നു. ഇന്നലെ രാവിലെ തന്നെ അവൻ ഫയൽ ചെയ്യുന്നു. ഇന്നലെ വൈകുന്നേരം കേസ് കോടതി എടുക്കുന്നു. ഹൈക്കോടതി ചോദിച്ചു, ഈ പോസ്റ്റുകളുടെ പേരിലാണോ നിങ്ങൾ കേസെടുക്കാൻ പോകുന്നത്? ഇതിന്റെ അകത്ത് ഈ 3 കുറ്റകൃത്യവും നിലനിൽക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. എന്നിപ്പോ ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഇതിന്റെ പേരിൽ ആയിരിക്കണമെന്നില്ല, വേറെ കാണുമായിരിക്കും, അതുകൊണ്ട് പ്രോസിക്യൂട്ടറെ വേറെ വല്ലതും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഡേറ്റ് കൊടുത്തു. ഏതെങ്കിലും ചാനലിൽ വാർത്ത വന്നോ? ഇല്ല. അതേസമയം തിരിച്ച് ഈ ഫെനി നൈനാന് മറ്റേ അവൻ്റെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ കണ്ടം വഴി ഓടിച്ചു, നാണം കെട്ട് കുനിഞ്ഞുകൂടി അഴിക്കുള്ളിലേക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ രാജ്മോഹൻ ഒരു കാര്യമല്ലോ, ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ പോയിന്റ്, ചാനലുകളിൽ ഞാൻ കണ്ട പോയിന്റ്, കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. എങ്ങനെ പറയാൻ പറ്റും ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക്? നിങ്ങൾ അതിൻ്റെ ഒരു ലോജിക്ക് ആലോചിച്ച് നോക്കൂ. ഒരു CJI പറയാണ് ഈ കുറ്റകൃത്യം നിലനിൽക്കും, ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ ശിക്ഷിച്ചാൽ പോരെ? വിചാരണ നടത്തണം. ഈ കോടതിയാണല്ലോ ഇത് വിചാരണ ചെയ്യേണ്ടത്.
ആ കോടതിക്ക് ഉത്തമ ബോധ്യമാണ് ഇയാൾ കുറ്റക്കാരനാണ്, ഇയാൾ കുറ്റകൃത്യം ചെയ്തു. അവനെ കോടതിക്ക് എന്നാൽ പിന്നെ നിനക്ക് ഇതാണ് ജീവരി എന്ന് പറഞ്ഞാൽ കോടതിയുടെ സമയം ലാഭിക്കുന്നില്ലേ? അത് സ്വാഭാവികമായൊരു സംശയം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താണ്? ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. രാജ്മോഹൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്നലെ ഞാനും വിശാഖനുമായിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ജാമ്യം കിട്ടത്തില്ല. ജാമ്യം കിട്ടുമെന്ന് ആരാണ് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞു ജാമ്യം കിട്ടിയില്ല തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇവർ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിരിക്കണം. പറഞ്ഞോ? ആരാണ് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ആരെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ശാസ്ത്രമംഗൽ അജിത് കുമാറിനോട് ഇന്നലെയും സംസാരിച്ചു. ഷാജൻ, ഞാൻ ജാമ്യം കിട്ടത്തില്ല എന്ന് കരുതി തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് എത്രയും വേഗം തള്ളിത്തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത്രയും വേഗം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ജൂനിയറിനെ വിട്ടിട്ട് കോടതിയോട് പറഞ്ഞതും നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ താല്പര്യം തള്ളാനാണ് പറഞ്ഞത്. ഇത്രയും വലിച്ചു നീട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ കോടതിയിൽ ചില ചോദ്യങ്ങൾക്ക് ചോദിച്ചപ്പോൾ കോടതിയല്ലേ എങ്ങാനും, പക്ഷേ എങ്കിൽ പോലും ജാമ്യം കിട്ടാൻ 99% സാധ്യതയില്ല എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിഭാഷകനോട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട സകല ആളുകളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ജാമ്യം തള്ളണം. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്, ജാമ്യം എന്ന് പറയുന്നത് രണ്ടാണ്. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് തടയണം, എനിക്ക് മുൻകൂർ ജാമ്യം തരണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ഈ മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ മേൽ ജാമ്യമില്ലാത്തൊരു വകുപ്പ് ചുമത്തിയിരിക്കും. അവർക്ക് വേണമെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം. ഈ മുൻകൂർ ജാമ്യത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ മേൽ ജാമ്യമില്ലാത്തൊരു വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ അവരുടെ റൈറ്റ് കിടക്കുകയാണ്. അപ്പോൾ പോലീസിന് പിടികൊടുക്കാതെ പോലീസിനെ കണ്ണുവെട്ടിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടാണ് കോടതി മുൻകൂർ ജാമ്യത്തിന് പോകുന്നത്. അതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ കേസ് സംഭവിച്ചത്. അതായത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തത് അവൻ മാറിയിട്ടാണ്, അവന് തപ്പി നടക്കുവാണ്. ആ സമയത്ത് അവനെ കിട്ടിയാൽ മുൻകൂർ ജാമ്യമേ ഇല്ല, റദ്ദാവും. അപ്പം അതായിരുന്നു നമ്മുടെ കേസ്. ഇത് മുൻകൂർ ജാമ്യമല്ല, ജാമ്യമാണ്. അവന്റെ രണ്ട് കേസിലും മുൻകൂർ ജാമ്യം കിട്ടി അവൻ ജയിലിൽ പോവേണ്ടി വരാത്തത് കൊണ്ട് രഹസ്യമായി മൂന്നാമത്തെ കേസ് എടുക്കുന്നു. എന്നിട്ട് മൂന്നാമത്തെ കേസ് അവൻ പോലും അറിയാതെ അവനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മുൻകൂർ ജാമ്യമല്ല, ജാമ്യമാണ്. മുൻകൂർ ജാമ്യത്തിന്റെ പ്രത്യേകത, വാദം കേൾക്കാൻ നേരമുണ്ട്. അതായത് എൻ്റെ വക്കീൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യം എടുക്കുക. രാഹുൽ മാങ്കൂട്ട ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിനൊരു അപേക്ഷ കൊടുക്കുന്നു. ഈ അപേക്ഷ കോടതി വിശദമായി വാദം കേൾക്കുന്നു, പ്രോസിക്യൂഷന്റെ ഭാഗം കേൾക്കുന്നു, തള്ളുന്നു. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അല്ലെ, ഒളിവിൽ ഇവർ സമ്മതിക്കത്തില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തില്ല. വീണ്ടും അടുത്ത കോടതിയിൽ അപ്പീലിന് പോകുന്നു. അപ്പീലിൽ ആവശ്യത്തിന് സമയം കൊടുക്കുന്നു, വാദം കേൾക്കുന്നു, തെളിവുകൾ പരിശോധിക്കുന്നു, പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു, ജാമ്യം അനുവദിക്കുന്നു. എന്നാൽ ജാമ്യ കേസിന്റെ അവസ്ഥ, ഒരുത്തനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അവനെ പിടിച്ച് അങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുവന്നത്. ഈ ഞായറാഴ്ച ഒരാളുമായിട്ട് അവിടെ വരുമ്പോൾ കോടതി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കത്തില്ല. PC ജോർജിനെ പോലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അയാൾക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് 3 വർഷം മാത്രം തടവ് കിട്ടുന്ന ഒരു നിസ്സാര കുറ്റകൃത്യമാണ്. ജഡ്ജിക്ക് വേണമെങ്കിൽ അതൊരു എന്തോ പ്രസ്താവനയാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണല്ലോ, ഒരു പ്രസ്താവനയാണ്. ജഡ്ജിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ഡിസിഷൻ എടുക്കാം. എന്നാൽ ഇവനെ കൊണ്ടുപോയത് ബലാത്സംഗ കേസിലെ പ്രതിയാണ്. പലതവണ ബലാത്സംഗം കൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ജാമ്യം നിഷേധിക്കും. അങ്ങനെയാണ് ജയിലിലാവുന്നത്. നേരത്തെ ഇത്തരം കുറ്റം ചെയ്തെന്നാണ് ആരോപിക്കുന്നത്. അങ്ങനെ ജയിലിലാവുന്നു. ഈ ജയിലിൽ കിടന്നിട്ട് ജയിലിൽ അടച്ചിരിക്കുന്ന അതേ കോടതിയാണ് ആദ്യത്തെ ജാമ്യം പരിഗണിക്കേണ്ടത്. കാരണം ആ കോടതിയാണ് ജയിലിൽ അടച്ചത്. ഈ കോടതി എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലെ ഏറ്റവും താഴത്തെ കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതി, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്, CJM ആണ്. അല്ല, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ്. അപ്പം ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്, ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസറാണ്. അതിൻ്റെ മുകളിലാണ് എന്താണ് സെഷൻസ് ജഡ്ജി വരുന്നു, അഡീഷണൽ സെഷൻസ് വരുന്നു, സെഷൻസ് വരുന്നു, അഡീഷണൽ സെഷൻസ് വരുന്നു, പ്രിൻസിപ്പൽ സെഷൻസ് വരുന്നു, മുകളിൽ ഹൈക്കോടതി വരുന്നു, സുപ്രീം കോടതി. അപ്പോൾ ഈ താഴത്തെ തട്ടിലുള്ള ഒരു മജിസ്ട്രേറ്റിന് ഇത്രയും സെൻസേഷണലായിട്ടുള്ള, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എല്ലാ ഈ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും ചാനലുകളും ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇത് താങ്ങാനുള്ള ഒരു 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 ലീഗൽ എക്സ്പെർട്ടൈസോ എക്സ്പീരിയൻസോ താഴത്തെ കോടതിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ താഴത്തെ കോടതി സേഫായിട്ട് എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? ജാമ്യം നിഷേധിച്ച് കളയുക. ആകെപ്പാടെ കോടതിക്ക് അല്പമെങ്കിലും കരുണ കാണിക്കാവുന്നത് കഴിയുന്നത് നേരത്തെ തള്ളുക. ഇതധികം വൈകിച്ചില്ല. വേണമെങ്കിൽ ഈ കോടതിക്ക് ഈ ജാമ്യാപേക്ഷ കേട്ടിട്ട് കുറച്ചുകൂടി നോട്ടീസ് കൊടുത്ത് കോടതിയുടെ അപേക്ഷ ഒരിക്കൽ കൂടി വാദം കേട്ടെ ഒരു ദിവസം എടുത്തിട്ടുള്ളൂ, ആ കോടതി ഒരു ദിവസം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കൂ എന്ന് നിയമത്തെക്കുറിച്ച് അടിസ്ഥാന ജ്ഞാനമുള്ളവർക്കൊക്കെ അറിയാം. അതാണ് സംഭവിച്ചത്. അടിസ്ഥാന ജ്ഞാനം ഇവിടുത്തെ ചാനലുകാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് രാഹുലിന് തിരിച്ചടി എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തള്ളിക്കിട്ടാൻ ഞാൻ ഇന്ന് മക്കളിനോട് സംസാരിച്ചു. സ്വാഭാവികമാണ്, നമുക്ക് നിയമം അറിയാന്നുള്ള എല്ലാവർക്കും അറിയാന്നുള്ള ഇന്ന് രാവിലെ ഞാൻ 10 മണിയായപ്പോൾ വിളിച്ചു. 10 മണി വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഷാജ, അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് തള്ളിത്തരണേ എന്നൊരു പ്രാർത്ഥന ഉള്ളതെന്നാണ് പറഞ്ഞത്. തള്ളിത്തരണേന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ ഇനി ചാനലുകൾ പറയുന്നു ബലാത്സംഗം നിലനിൽക്കും, അതാ ഇത്. അങ്ങനെയല്ല. അതിൻ്റെ അകത്ത് എന്താണ്? ഞാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കി. ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് ആദ്യം എന്താണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്, FIS-ൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. FIR എന്ന് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും FIS എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പരാതി ഒരാൾ കൊടുക്കുന്നു. ഇവിടുത്തെ കേസിൽ ആ പെണ്ണൊരു പരാതി അയക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ടിപ്പിക്കൽ ഫോമാറ്റിൽ FIR ഒരു ഫോമുണ്ട്, അതറിയാം. ആ ഫോമാറ്റിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR നമ്പർ ഇട്ട്. അതാണ് FIR. അതാണ് അടിസ്ഥാന കാര്യം. ഇതിന് വാലിഡിറ്റി ഇല്ല. ഈ FIR-ന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് കേസ് അന്വേഷിക്കാൻ പറ്റൂ. ഈ FIR-ന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതാണ് എൻ്റെ രീതി. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് FIS. ആരാണ് പരാതിക്കാരി? അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അവരുടെ മൊഴി എടുക്കും. ആ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി എടുത്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് FIS-ലുള്ളത്. അപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കി. FIS-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പരിഗണിക്കുന്നു. FIS-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചു നോക്കുമ്പോൾ അത് FIS പറഞ്ഞ ആദ്യം കോടതിയുടെ വിധി പറയുന്നത് എന്താണ് കേസ്, FIS-ൽ എന്തെല്ലാം പറയുന്നു, അത് FIS-ലെ മുഴുവൻ കാര്യങ്ങളും പെണ്ണയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിൻ്റെ അത് ഫുൾ കഥ പറയും. അതായത് ഇയാളുമായി അവിടെ കൊണ്ടുപോയി ഹോട്ടൽ മുറി ബുക്ക് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ FIS വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് എന്നെ എഴുതി ചേർത്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ചോദിച്ചിട്ട് ചില ചോദ്യങ്ങളുണ്ട്. അവൾ മുറി ബുക്ക് ചെയ്തിട്ട് ക്ഷണിച്ചാണല്ലോ എന്ന്. പക്ഷേ FIS-ന് അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ വെച്ചോ റെസ്റ്റോറൻറ്റിൽ വെച്ചോ കാണാമെന്നാണ് പറഞ്ഞത്. റെസ്റ്റോറൻറ്റ് കാണാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും തിരിച്ചറിയുന്നത് കൊണ്ട് റെസ്റ്റോറൻറ്റ് ഇരിക്കാൻ പറ്റില്ല എന്ന് മുറിയിലേക്ക് ഇരുത്തി. അതാണ്. അപ്പം അങ്ങനെയാണ്. നേരത്തെ അത് എന്തുകൊണ്ട് ബുക്ക് ചെയ്യുക? അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ ശരി മുറി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ കാണണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇൻ്റർനെറ്റിലൂടെ വായിച്ചു, ഇൻ്റർനെറ്റിലൂടെ പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് കാണുന്നില്ല, മുറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ചെന്ന ഉടൻ തന്നെ എന്നെ കയറി ആക്രമിച്ചു, റേപ്പ് ചെയ്തു എന്നുള്ള കഥയാണ് പറഞ്ഞത്. അപ്പം ഈ FIS-ൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൻ്റെ ക്രോണോളജി മുഴുവൻ കോടതി എഴുതും. എന്നിട്ട് ഇതിനെ നമ്മുടെ ഈ പറയുന്ന കക്ഷിയുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ വാദങ്ങൾ മുഴുവൻ കേൾക്കുന്നു. അപ്പോൾ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് പെണ്ണാണ് മുറി ബുക്ക് ചെയ്തത്, ഇയാളെ വിളിച്ചു വരുത്തിയതാണ്. അതുപോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. ചാറ്റുകൾ ഞങ്ങൾ പരസ്പര സമ്മതപ്രകാരമാണ് ചാറ്റുകളുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർ കാണണം എന്ന് ശ്രമിച്ചു. ഇങ്ങനെയുള്ള ഇതെല്ലാം ഇത് സമ്മതത്തോടെയാണ് എന്നുള്ള വാദങ്ങളാണ് പറയുന്നത്. അടുത്ത ഭാഗം അപ്പോൾ അതും ചേർക്കുവാണ്. അതായത് ഈ കോടതിയിൽ എന്തൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ പറഞ്ഞത് ആ കാര്യങ്ങൾ മുഴുവൻ അതിനത് ചേർക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണോ പ്രോസിക്യൂഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുമല്ലോ. പ്രോസിക്യൂഷൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ പറഞ്ഞൊക്കെ തെറ്റാണ്, ഇവർ പറഞ്ഞൊക്കെ തെറ്റാണ്, മറ്റാണ് മറിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇയാൾക്ക് കോടതി അടുത്തത് എല്ലാ രേഖകളും പരിശോധിക്കുന്നു. അടുത്തത് ഇയാൾക്ക് ജാമ്യം കൊടുക്കണം. ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല. ഇയാൾ ഓൾറെഡി 3-4 കേസിലെ പ്രതിയാണ്, അയാൾ കോടതിയുടെ ഇതിലാണ്, ഇയാൾ ഇത്തരം കുറേ വാദങ്ങൾ. പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഈ കൊടുക്കരുതെന്ന് വാദിക്കുന്നു.
ഇത് മുഴുവൻ എഴുതി ചേർത്തിട്ട് അവസാനത്തെ 2 പാരഗ്രാഫിലെ കോടതിയുടെ അഭിപ്രായമുള്ളൂ. ആ അഭിപ്രായം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ, ഞാൻ വായിച്ചതാണ്. FIS പറഞ്ഞത് പ്രകാരം, പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് പ്രകാരം ഇയാൾ സ്വാധീനമുള്ള വ്യക്തിയാണ്, MLA ആണ്, സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാം, ഭീഷണിപ്പെടുത്താം, തെളിവ് നശിപ്പിക്കാം, ഇത്യാദി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ജാമ്യം തള്ളുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിധി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, ഈ പിന്നെ അതിജീവിത ഈ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത്. അല്ല, അതിലേക്ക് വരാം. അപ്പം ഇത് കഴിഞ്ഞ് തീർത്തോട്ടെ. അപ്പം ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന, ഉദാഹരണത്തിന് കോടതി പറഞ്ഞു ജാമ്യം കൊടുത്താൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയാണ് എന്ന് പറഞ്ഞതാണല്ലോ വലിയ, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ എങ്ങാണ്ട് ജീവന് ഭീഷണി. രാജ്മോഹൻ അതിജീവിത എവിടെയാണ്? ഓൺലൈൻ വഴി അവർ മൊഴി കൊടുത്തിരിക്കുന്നു. ഇയാൾ ഓൾറെഡി 3ാമത്തെ ബലാത്സംഗ കേസിലെ പ്രതിയാണ്. ഇയാളുടെ പാസ്പോർട്ട് പോലീസിന്റെ കയ്യിലാണ്. ഇനി അല്ലെങ്കിൽ പോലും ഈ കേസിൽ, ഇപ്പൊ പാസ്പോർട്ട് മറ്റേ കേസിൽ ഇങ്ങനെ പ്രശ്നമില്ലെന്ന് വെച്ചോളൂ, ഈ കേസിൽ അതിജീവിതയുടെ ജീവന് ഭീഷണി ഉയർത്താൻ സാധ്യത ഉണ്ടെങ്കിൽ കോടതിയോട് പറയുക, ഇയാളുടെ പാസ്പോർട്ട് വെക്കുവാണെങ്കിൽ ഇയാൾ ഒരിക്കലും പോകത്തില്ല. അപ്പൊ അതിജീവിതയുടെ ജീവൻ എങ്ങനെയാണ് ഭീഷണി ഉണ്ടാക്കുന്നത്? ആ വാദത്തിന് എന്ത് യുക്തിയാണുള്ളത്? അതിജീവിത അവിടെയാണ്, മൊഴി കൊടുക്കാൻ പോലും അതിജീവിത വന്നിട്ടില്ല ഇയാളുടെ. ഇനി മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ജാമ്യം നിഷേധിക്കാനായിട്ട് ഈ പറയുന്ന പ്രോസിക്യൂഷൻ പറഞ്ഞ് നമ്മുടെ ചാനലുകൾ പറയുന്ന ന്യായങ്ങളുടെ തെറ്റുകൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇയാളത് 3ാമത്തെ ബലാത്സംഗ പ്രതിയാണ്. 2 ബലാത്സംഗ കേസിലും കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൽ ജാമ്യം കണ്ടീഷൻസ് ഉണ്ട്. ആ ജാമ്യത്തിൻ്റെ കണ്ടീഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ പറയുന്ന എല്ലായിടത്തും അതിജീവിതയെ അപമാനിക്കരുത്, ഭയപ്പെടുത്തരുത്, ഭീഷണിപ്പെടുത്തരുത്, ഈ പിന്നെ എന്താണ്, പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കണം, പോലീസുകാരെപ്പം വിളിച്ചാലും പോകണം, ഇതാണുള്ള അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിലിരിക്കുന്ന ആൾ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ലംഘിച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു അതിജീവിതയെ, പുതിയ അതിജീവിത ആണെങ്കിലും പറ്റത്തില്ല, കുഴപ്പമില്ല, ആണെങ്കിൽ പോലും ഏതെങ്കിലും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയാൽ, ഏതെങ്കിലും ഒരു തെളിവ് നശിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ, പോലീസ് സ്റ്റേഷൻ ഒപ്പുവെക്കാതിരുന്നാൽ, എന്ത് വെച്ചാൽ ഇയാളുടെ ജാമ്യം എല്ലാവരും ഇതാവും, മുഴുവൻ പോവും. അപ്പം എല്ലാ കേസും പോകും. സമാനമായ കേസുകളാണല്ലോ. സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നുണ്ട്. ഇതെല്ലാം സമാന കുറ്റകൃത്യമാണ്. അപ്പം വേണമെങ്കിൽ ഈ പ്രോസിക്യൂഷൻ വാദിക്കാം, പഴയ ജാമ്യം റദ്ദാക്കണം, നിലനിൽക്കുമെന്ന് അറിയത്തില്ല, കാരണം കുറ്റം ആരോപണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം കൊടുത്ത് എന്ത് സംഭവിക്കും? കാരണം കോടതി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഈ കേസിൽ ജാമ്യം കിട്ടിയാൽ ഇയാൾ തെളിവ് നശിപ്പിക്കും, അതിജീവിതയെ കൊല്ലും, ഇതൊക്കെയാണല്ലോ. അപ്പം മറ്റേ കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ ഇയാളിതൊന്നും ചെയ്യത്തില്ലേ? സ്വാഭാവികം മാത്രമാണ്. മാത്രമല്ല മറ്റേ 2 കേസിലും ജാമ്യം ഉണ്ടല്ലോ. ഈ 2 കേസിലും ജാമ്യത്തിൽ നിൽക്കുന്ന ആള് അങ്ങനെ വല്ലതും ചെയ്യത്തില്ലേ? ഈ കേസിൽ മാത്രം ചെയ്യാൻ കാര്യം എന്താണ്? മറ്റേ ആദ്യത്തെ കേസിൽ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്, ഈ കേസിൽ ഗർഭം ഭ്രൂണത്തിലുണ്ടെന്ന് പറഞ്ഞ് തന്നെ പോയെന്നാ പറയുന്നത്. അപ്പം എന്റെ ചോദ്യം, അപ്പൊ എന്താണ് വിഷയം? മാത്രമല്ല ഇയാൾ 3ാമത്തെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴും പോലീസ് ഇയാളെ സാധാരണ ഇയാൾ സർവൈലൻസിലായിരിക്കുമല്ലേ, അവർ ഇയാളെ അനങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ഒരു പോലീസ് സർവൈലൻസും വേണ്ട, പോലീസ് കോടതിയുടെ കണ്ടീഷനില്ല. ഇയാള് ജാമ്യം എന്ന് പറയുന്ന സാധനം പറയുന്നത് പോലെ ജീവിച്ചോളാം എന്നുള്ളതാണ്. ആ കണ്ടീഷൻ അംഗീകരിച്ചു കൊടുത്തേക്ക്. കണ്ടീഷന് തെറ്റിച്ചാൽ, ഇപ്പൊ ഒപ്പിടാൻ പറഞ്ഞത് ഒപ്പിട്ടില്ലെങ്കിൽ തീർന്നു. അതിജീവിതയെ ഫോണിൽ വിളിച്ചോ എന്തെങ്കിലും ചെയ്താൽ തീർന്നു. അപ്പം ഈ 2 കേസിൽ, ഇനി ഒന്നാമത്തെ കാര്യം, 2 കേസിലും ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് 3ാമത്തെ കേസിൽ ജാമ്യം കൊടുത്ത പ്രത്യേകിച്ച് എന്നാ സംഭവിക്കുന്നത്? അപ്പോൾ എന്താ പറഞ്ഞത്? താഴത്തെ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ വന്നു, ഈ കോടതി അതേ ചെയ്യൂ. ഏത് കോടതിയാണ് താഴത്തെ കോടതി ഇത്തരം വിഷയത്തിൽ ജാമ്യം കൊടുത്തിട്ടുള്ളത്? ഈ 2ാമത്തെ കേസിൽ ജാമ്യം കൊടുത്ത ആരാണ്? CJM കോടതി അല്ല. 2ാമത്തെ കേസ് ജാമ്യം കൊടുത്തത് ജുഡീഷ്യൽ കോടതിയല്ല, സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതിയാണ്. അപ്പോ താഴത്തെ കോടതി ജാമ്യം നിഷേധിക്കും എന്നത് തീർച്ചയായിരുന്നു. ആകപ്പാടെ രാഹുലിന്റെ അഭിഭാഷകൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും നടന്നു. അത് ജാമ്യം തള്ളിക്കളഞ്ഞു. തിങ്കളാഴ്ച കൊടുക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ ചാനലുകൾ ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ച് പച്ചക്കള്ളം പറയാണ്. അല്ല, മാത്രമല്ല നമ്മുടെ പല മാധ്യമപ്രവർത്തകരും സത്യം നിയമം അറിയില്ല എന്നുള്ളൊരു പരമമായ സത്യമാണ്. നിയമം അറിയണ്ട, അടിസ്ഥാനമായ കാര്യം.
ഞാൻ പറഞ്ഞത് നമ്മുടെ കോടതികൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, ആ ഏറ്റവും താഴത്തെ കോടതി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ മുൻസിഫ് കോടതി, അതായത് സിവിൽ കേസ് കൈകാര്യം ചെയ്യുവാണ് മുൻസിഫ് കോടതി ഒരേ തന്നെ. ഇപ്പം നമുക്കിവിടെ 2 കോടതികളില്ല, തിരക്കുള്ളിടത്തുണ്ടാവാം. താഴെ ഇപ്പം ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ആൻഡ് മുനിസിപ്പൽ കോടതി എന്ന് പറയുന്നത് ഞങ്ങളുടെ കോടതിയുടെ പേര്. അപ്പം സെക്കൻഡ് ക്ലാസ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് ഇല്ല. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സിവിൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ മുനിസിപ്പാണ്, ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് മജിസ്ട്രേറ്റാണ്. ഇത് അടിസ്ഥാന കാര്യം എത്ര പത്രക്കാർക്കറിയാം. മാത്രമല്ല രസകരമായ കാര്യം, പണ്ടൊരു തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസിൽ ആ റിപ്പോർട്ടർ എന്നെ വിളിച്ച് വന്നത് തൂക്കിക്കൊല്ലാൻ വിധിച്ചത് മജിസ്ട്രേറ്റ് കോടതി എങ്ങനെയുണ്ട് അറിയില്ല. ഇനി ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷത്തിൽ താഴെ തടവ് വിധിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വിധിക്കാൻ പറ്റത്തില്ല. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അടുത്തത്. അതായത് മജിസ്ട്രേറ്റ് അതൊരു സബ് ജഡ്ജിൻ്റെ റാങ്കാണ്. ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതികളുടെ ചീഫാണ്. ഒരു ജില്ലയിലെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളുടെയും ചീഫ് എന്ന് പറഞ്ഞാൽ അവരുടെ അവധിയും ഈ മജിസ്ട്രേറ്റുമാരുടെ അവധിയും അവരുടെ പേഴ്സണൽ മാറ്റം നോക്കുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്. CJ എന്ന് പറയുന്ന കോടതിയാണ്. അവിടെ 7 വർഷം വരെ തടവുള്ള കുറ്റകൃത്യം വിധിക്കാം. അത് കഴിഞ്ഞ് അടുത്ത റാങ്കാണ് സബ് ജഡ്ജ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജ്. അതാണ് സബ് ജഡ്ജ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജ്. ഈ സെഷൻ ജഡ്ജാണ് സാധാരണ ഈ എന്താ പറയുന്നത് 7 വർഷത്തിൽ കൂടുതൽ. ഒരു രസകരമായ അനുഭവം കൂടെ പറഞ്ഞു തരാം. ജസ്റ്റിസ് പി സദാശിവം കേരള ഗവർണർ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ അദ്ദേഹത്തെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ജഡ്ജിയായിരുന്നു, ചീഫ് ആയിരുന്നപ്പോഴും നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാ പത്രക്കാർക്കും. സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു പോയിട്ട് ചോദിച്ചു. അപ്പം മറ്റു പല ജഡ്ജിന് സംശയം അത് അങ്ങനെ കൊടുക്കാമോ? കാര്യം നാട്ടുകാർ അറിയേണ്ട കാര്യമാണല്ലോ ഇവർ മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്. ഇവർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് ABCD ഞാൻ കഴിഞ്ഞ ദിവസം കാലടിയിൽ ഒരു പബ്ലിക് പരിപാടിക്ക് പോയി. ആ പബ്ലിക് പരിപാടിക്ക് പോയപ്പം അവിടുത്തെ വിശിഷ്ടാതിഥി, ഞാൻ 2ാമത്തെ അതിഥിയാണ്, വിശിഷ്ട ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. പക്ഷേ അവിടുത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത ആൾ പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നാണ്. അയ്യോ, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണ സമൂഹത്തിനില്ല. ഈ അറിവില്ലായ്മ ജഡ്ജിമാർ ജസ്റ്റിസ് എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കുന്ന ഉണ്ട്. ജഡ്ജാണ്, മറ്റേത് മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ഈ അറിവില്ലായ്മ പത്രക്കാരിലേക്ക് പടരുകയും അവർ ഇത് വലിച്ചു കീഴും. മുമ്പ് ചോദിച്ചൊരു ചോദ്യം, മറ്റ് സാങ്കേതിക പ്രശ്നം. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു. ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള വിഷയം എന്താ പറയുക, ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കേസിൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, തീവ്രത അനുസരിച്ച് സുപ്രീം കോടതി ഇതിനൊക്കെ കാലാകാലങ്ങളിൽ ചില ഇളവുകൾ, ചില ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്, വ്യാഖ്യാനം കൊടുക്കും. അത് ബാധകമാണ്. എഴുതി വച്ചിരിക്കുന്ന ഏത് നിയമത്തിനും സുപ്രീം കോടതി ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർപ്രിട്ടേഷൻ ബാധകമാണ്. അപ്പം ചില കേസുകളിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം അതേപടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായിരിക്കാം ഇവിടെ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം. അതെ, പക്ഷെ ഒരു കാര്യം ബോധ്യമായി, ഇന്നേ വരെ ആ അതിജീവിത കേരളത്തിൽ വന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നു എംബസിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഞങ്ങളെടുത്ത് അതിന് ലീഗൽ ഡോക്യുമെന്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഒപ്പ് ഞങ്ങൾ ഇലക്ട്രോണിക്, അത് സുപ്രീം കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, താഴത്തെ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ട്, മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട്. അത് പ്രസക്ത ചോദ്യം. അന്ന് സെൻകുമാർ സാറും ചോദിച്ചൊരു ചോദ്യമുണ്ട്, മെഡിക്കൽ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചു. ഇത്തരത്തിലൊരു പീഡന റേപ്പ് കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സാധനം മെഡിക്കൽ റിപ്പോർട്ട് വേണം. അപ്പം മെഡിക്കൽ റിപ്പോർട്ട് എവിടെ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നും തീരുമാനിക്കാനുള്ള ശേഷി താഴത്തെ കോടതിക്കില്ല. ഇതിൻ്റെ അകത്ത് സബ്സ്റ്റാൻഷ്യൽ ലീഗൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. സബ്സ്റ്റാൻഷ്യൽ ലീഗൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. ക്വസ്റ്റ്യൻ ഓഫ് ലോ, ക്വസ്റ്റ്യൻ ഓഫ് പ്രൊസീജിയർ, ഇങ്ങനെ കുറേ ഈ സബ്സ്റ്റാൻഷ്യൽ ലീഗൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉത്തരം പറയാനുള്ള ശേഷി മജിസ്ട്രേറ്റ് കോടതിക്കില്ല. മജിസ്ട്രേറ്റ് കോടതി തലയുരാനെ നോക്കത്തുള്ളൂ. ഇതിൽ വളരെ സ്വാഭാവികമായി സംഭവിച്ച കാര്യമാണ്. ഇതിൽ ഒരു തരത്തിലുള്ള ഞെട്ടേണ്ടതോ തിരിച്ചടിയോ ഇല്ല. അതേസമയം സെഷൻസ് കോടതിയിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വാർത്തയാണ് അല്ലെ? ഹൈക്കോടതിയിലേക്ക്, കാരണം സെഷൻസ് കോടതിയിൽ കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചടിയാണ്. നമ്മളൊരു കേസിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചെങ്കിലും, കാരണം സെഷൻസ് കോടതി എന്ന് പറഞ്ഞത് കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ജഡ്ജാണ്. അപ്പം ഈ മാത്രമല്ല ട്രയൽ കോർട്ടാണ് ഈ സെഷൻസ് കോടതി, ട്രയൽ കോർട്ടാണ്.
ഈ മജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. മോഷണം, പിടിച്ചുപറി, വധശ്രമം, തട്ടാൻ പോയി, ഇടിക്കാൻ പോയി എന്നുള്ള ചെറിയ തട്ടിക്കുട്ടി കേസുകളാണ് മജിസ്ട്രേറ്റ് കോടതി ചെയ്യുന്നത്. ഒരു മർഡർ കേസടക്കം, റേപ്പ് കേസടക്കം ട്രയൽ ചെയ്യുന്ന ഒരു സെഷൻസ് കോടതിക്ക് ഇതിനെല്ലാം അറിയാം. ഈ കോടതിയുടെ മുമ്പിൽ എത്രയോ റേപ്പ് കേസുകൾ വന്നു കാണും. ഈ റേപ്പ് കേസുകളിൽ ഇതേ കോടതി തന്നെ വിധിച്ചിട്ടുള്ള പല വിധികളിലും എത്രയോ തിരുത്തലുകൾ സുപ്രീം കോടതി, ഹൈക്കോടതി വരുത്തി കാണും. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു കൃത്യമായി തീരുമാനമെടുക്കാൻ പോകുന്നത് സെഷൻസ് കോടതിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പത്രങ്ങൾക്ക് ആഹ്ലാദിക്കാനായിട്ടൊരു വക എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ എന്താണ് പറയുന്നത്, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചാണ് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചത്. അതായത് ഇതിനകത്ത് ഇനിയാണ് സംഭവിക്കേണ്ടത്. അതായത് ഇനി സെഷൻസ് കോടതി തിങ്കളാഴ്ച കൊടുക്കും. തിങ്കളാഴ്ച കൊടുത്തിട്ട് അപ്പം ഇവൻ ജാമ്യത്തെ തുടരും. പോലീസ് കസ്റ്റഡി പിന്നെ ചോദിച്ചിട്ടില്ല. 7 ദിവസം കസ്റ്റഡി വന്നത് പോലീസ് 3 ദിവസം കസ്റ്റഡി. എവിടെ കൊണ്ടുപോയി 10 മിനിറ്റ് ചോദ്യം ചെയ്തു. എന്താ ഉള്ളത് ഇതിനകത്ത്? റിക്കവറി എന്താ ഉള്ളത്? ജസ്റ്റിസ് രാംകുമാർ ഒരിക്കലും ഒരു കേസിൻ്റെ അകത്ത് പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ശാസ്ത്രജ്ഞ അജിത് കുമാർ ചോദിച്ചു, സാറേ ഇത് റേപ്പ് കേസാണല്ലോ, ഇതിനകത്ത് റിക്കവറി ഒന്നുമില്ലല്ലോ, ഇതിനകത്ത് റിക്കവറി ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ജസ്റ്റിസ് രാംകുമാർ പറഞ്ഞു ഓരോരോ സർവീസബിളാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് പ്രസക്തമായ കാര്യമാണ്. എന്നോട് ശാസ്ത്രജ്ഞർ അത് സർവീസബിൾ ആണോ എന്താ, റിക്കവറി ഒക്കെ ഉണ്ട്, സർവീസബിൾ ആണോ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് റിക്കവറി ഒന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവൻ്റെ യാതൊരു റിക്കവറിയും ഇല്ല. ഇതിനകത്തൊരു പരാതിയുണ്ട്, പരാതിയെക്കുറിച്ച് ഇവനൊരു സ്റ്റാൻഡുണ്ട്. ഇത് കൺസെൻറ്റോടെ ആണോ ഇല്ലയോ എന്നുള്ള ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കൊടുത്ത് സെഷൻസ് കോടതി പരിഗണിച്ച് എന്ന് സെഷൻസ് ഈ കാര്യം ഉടനെ തീരുമാനം ഉണ്ടാക്കുന്നത്. ഇവൻ ജയിൽവാസം നീളും. അതാണ് അവർക്ക് ആവശ്യവും. ജയിൽവാസം നീളും. കാരണം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 14 ദിവസം കിടക്കേണ്ടത്. അതായത് ഇപ്പം ഒരാഴ്ച ആവുകയാണ്. ഒരാഴ്ച ആവും. ഈ ഒരാഴ്ച കൊണ്ട് സെഷൻസ് കോടതി തീരുമാനം എടുക്കുന്ന നിർബന്ധമില്ല. കാരണം സെഷൻസ് കോടതി തിങ്കളാഴ്ച കേസ് എടുക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ പരമാവധി സമയം നീട്ടി ചോദിക്കും, രേഖ വേണം, ഇത് വേണം. അങ്ങനെ ഈ സെഷൻസ് കോടതി ഈ ആഴ്ച തന്നെ വെച്ചാൽ പോലും നീട്ടിപ്പോകും. അങ്ങനെ 1-2 ആഴ്ച വരെ നീണ്ടെന്ന് വരാം. പക്ഷേ സെഷൻസ് കോടതിയിൽ ഇത് ഇവന് ജാമ്യം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ പറയാനും പറ്റത്തില്ല. കാരണം ജഡ്ജാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. ഇനി അത് കഴിഞ്ഞ പിന്നെ ഹൈക്കോടതിയുടെ ഓപ്ഷനുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവൻ എന്താണ് കുറ്റക്കാരനാണ്, കേസ് നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ചാനലുകൾ ഭ്രാന്ത് പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത്തരമൊരു പശ്ചാത്തലം ഇവിടെ ഇല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിസ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ മാത്രമേ സംഭവിക്കുമായിരുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ജാമ്യം കിട്ടുമെന്ന്. എന്ന് മാത്രമല്ല, ഈ കേസിനെ ഇത് പത്രങ്ങൾക്കൊരു നിർവൃതിക്ക് വേണ്ടി അവർ മറുഭാഗം പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽവാസം 1-2 ആഴ്ച കൂടി നീണ്ടുപോയെന്ന് വരാം. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒടുവാകുമ്പോഴത്തേക്കും, അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും തീരുമാനം ഉണ്ടാവും. ഭാഗ്യമില്ലെങ്കിൽ വീണ്ടും 1-2 ആഴ്ചയ്ക്ക് നീളാം. അവിടെ തള്ളിയാൽ ഹൈക്കോടതി പോയാൽ ഹൈക്കോടതി ഒരു പക്ഷെങ്കിൽ അതും സമയമെടുക്കും. കാരണം ഈ സ്റ്റേയുടെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും മാധ്യമങ്ങളുടെ ഒരു ആവേശമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മെറിറ്റും തൽക്കാലം ഈ കേസിലില്ല. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. ചാനലുകൾ ഇങ്ങനെയാണ് എന്ന് മാത്രം തിരിച്ചറിയുക. നമസ്കാരം.